ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസിനെതിരെ നേരത്തെയും പരാതി. യൂട്യൂബ് ചാനലിനെതിരെ നേരത്തെ ഉയർന്ന പരാതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നതായി കൊടുവള്ളി AEO 24നോട് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതിൽ കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻസിനെതിരെ അന്വേഷണം തുടരുന്നതിനിടെയാണ് നേരത്തെയും സ്ഥാപനത്തിനെതിരെ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഓണപരീക്ഷ ചോദ്യപേപ്പറിലെ 70% ചോദ്യങ്ങൾ MS സൊല്യൂഷൻസ് പുറത്തുവിട്ടതായി കണ്ടെത്തിയിരുന്നുവെന്ന് കൊടുവള്ളി AEO അബ്ദുൾ ഖാദർ 24നോട് പറഞ്ഞു. ഇതിലെ ചോദ്യങ്ങള് ഇവർ പറയുന്ന പല ചോദ്യങ്ങളും പിറ്റേന്ന് വന്നിട്ടുണ്ട്. അത് യാദൃശ്ചികമല്ല. കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ചോദ്യം ചോർന്നതാവാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അന്വേഷിക്കാനുള്ള സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സ്ഥാപനവുമായി സഹകരിക്കുന്ന അധ്യാപകരെയും സ്ഥാപന ഉടമയെയും ചോദ്യം ചെയ്യും. തന്റെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന വിശദീകരണവുമായി MS സൊല്യൂഷൻ CEO ഷുഹൈബ് രംഗത്തെത്തി. ഓണപരീക്ഷാ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വരികയും കളക്ടറേറ്റിലടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് MS സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അത് ഒരു ഒഫീഷ്യലായിട്ടൊരു പരാതി പോയപ്പോൾ അതെങ്ങനെ MS സൊല്യൂഷൻ എന്ന പേര് മാത്രമായി മാറി? മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ എവിടെ? സ്ഥാപനത്തിനെതിരെ സമാന പരാതി നേരത്തെ ഉയർന്നിട്ടും സംഭവത്തിൽ AEO റിപ്പോർട്ട് നൽകിയിട്ടും വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. 24 കോഴിക്കോട്.